എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. വെളിപ്പാട് 3:14-15. ലവദോക്യയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതത്തിൻ്റെ സാധ്യതകളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ലവദോക്യയിലെ സഭയ്ക്കുള്ള കത്ത്. പ്രാരംഭം തന്നെ ഒരു കുറ്റാരോപണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കുറ്റം വിധിക്കപ്പെട്ട സഭ. ലവദോക്യയെ പറ്റി ഒരു നന്മയും പറയാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് ഇല്ല. പ്രാചീന ലോകത്തിൽ ലവദോക്യ എന്നു പേരുള്ള 6 നഗരങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. അവയിൽ ഒരെണ്ണം മാത്രമാണ് വെളിപ്പാട് പുസ്തകത്തിൽ എടുത്തു പറയുന്നത്. ഈ നഗരം BC 250 സിറിയയിലെ ആന്റിയോക്കസ് പണിതതും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നാമം വഹിക്കുന്നതുമാണ്. ലവദോക്യയുടെ സ്ഥാനം അതിൻ്റെ പ്രാധാന്യത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എഫെസോസിൽ നിന്ന് കിഴക്ക് സിറിയയിലേക്ക് പോകുന്നതും ഏഷ്യയിലെ ഏറ്റവും പ്രാധാന്യമുള്ളതുമായ ദേശാന്തര പാത, അത് വാണിജ്യപരമായും സൈനികമായിട്ടുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് ലവദോക്യയിൽ കൂടി കടന്നുപോയി. അതുപോലെ തന്നെ മറ്റ് 2 മുഖ്യ പാതകൾ കൂടി ലവദോക്യയെ തൊട്ട് കടന്നു പോകുന്നുണ്ടായിരുന്നു. റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണകൂടം നൽകുന്ന നിയമസമാധാന വാഴ്ചയിൽ ഈ നഗരം വാണിജ്യപരമായി വളരെയധികം പുരോഗമിച്ചു. ലവദോക്യയുടെ ചില സവിശേഷതകൾ നമ്മൾ വായിച്ച വേദഭാഗത്തൊക്കെ കാണുന്നുണ്ട്. ഒന്ന്, പണം ഇടപാടുകളുടെയും സാമ്പത്തിക വിനിമയത്തിൻ്റെയും ഒക്കെ മുഖ്യ കേന്ദ്രമായിരുന്നു. AD 61 ലവദോക്യ ഒരു ഭൂകമ്പത്താൽ നശിച്ചുപോയി. എന്നാലും അതിലെ ധനികരായ പൗരന്മാർ റോമ ഗവൺമെൻറ്റിൻ്റെ സഹായം തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം പണം ചെലവാക്കി നഗരം വീണ്ടും പണിതു. അതിൻ്റെ ധനസമൃദ്ധി ദൈവത്തെ പോലും തിരസ്കരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതായിരുന്നു. മറ്റൊന്ന്, തുണിത്തര നിർമ്മാണത്തിൽ വളരെയധികം പ്രസിദ്ധി ആർജിച്ച നഗരമായിരുന്നു ലവദോക്യ. നല്ല കമ്പിളി രോമങ്ങൾ വളരുന്ന ധാരാളം ആടുകളെ നഗര പ്രാന്തങ്ങളിൽ മേയിച്ച് വളർത്തിയിരുന്നു. അപ്പോൾ വസ്ത്ര ആഡംബരങ്ങളിൽ മതിമറന്നുപോയ ജനം ആത്മീകമായ നഗ്നതയെപ്പറ്റി ബോധം ശൂന്യരായി തീർന്നു. മറ്റൊരു കാര്യം, ലവദോക്യ ഒരു വലിയ വൈദ്യശാസ്ത്ര കേന്ദ്രമായിരുന്നു. കരിയൻ ദേവന്റെ ക്ഷേത്രം വൈദ്യശാസ്ത്രം അഭ്യസിപ്പിക്കുന്ന ഒരു കേന്ദ്രം കൂടിയായിരുന്നു. അവിടുത്തെ വൈദ്യന്മാരുടെ പേരുകൾ ലവദോക്യയിലെ നാണയങ്ങളിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ചെവിക്കും കണ്ണിനുമുള്ള ലേപനങ്ങൾക്ക് ഈ കേന്ദ്രം പ്രസിദ്ധി ആർജിച്ചതായിരുന്നു. ആത്മീകമായ അന്ധതയെപ്പറ്റി അവർക്ക് ബോധം തീരെ ഉണ്ടായിരുന്നില്ല. ലവദോക്യയിൽ യഹൂദന്മാർ ധാരാളം കുടിയേറി പാർത്തിരുന്നു. 7500 യഹൂദ പുരുഷന്മാരെങ്കിലും ആ നഗരത്തിൽ പാർത്തിരുന്നു എന്നതാണ് കണക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെയും ദൈവിക മൂല്യങ്ങളെയും മാനിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭൗതികത്വവും വസ്തുമയത്വവും ഒക്കെ അവിടെ വർദ്ധിച്ചു വന്നിരുന്നു. ക്രിസ്തുവിൻ്റെ അവകാശവാദം നമ്മൾ കാണുന്നത് 3-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട അപ്പോസ്തോലിക ഭരണഘടനയിൽ പറയുന്നുണ്ട്.
ലവദോക്കിയയിലെ ഒന്നാമത്തെ ബിഷപ്പ് അർഹിപ്പസ് ആയിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ലവദോക്കിയയുടെ അടുത്തുള്ള കൊലോസ്യ സഭയ്ക്ക് കത്തെഴുതുമ്പോൾ പറയുന്നത്, നീ കർത്താവിൽ നിന്ന് പ്രാപിച്ച ശുശ്രൂഷ സ്ഥാനത്തെപ്പറ്റി സൂക്ഷ്മതയുള്ളവനായി അത് നിറവേറ്റുകയെന്ന് അർഹിപ്പസിനോട് പറയണം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഇതിൻ്റെ അർത്ഥം ഇദ്ദേഹം, അതായത് ഈ അധ്യക്ഷൻ, തൻ്റെ ചുമതലകളിൽ വീഴ്ചകൾ വരുത്തിയിരുന്നു എന്നതാണ്. വെളിപ്പാട് പുസ്തകം എഴുതപ്പെടുന്നതിന് 30 വർഷം മുൻപ് ആയിരിക്കാം കൊലോസ്യ സഭയ്ക്ക് പൗലോസ് ഈ ലേഖനം നൽകുന്നത്, അല്ലെങ്കിൽ കൊലോസ്യ സഭയിൽ ഇത് ലഭിക്കുന്നത്. ചുമതലാബോധമില്ലാത്ത ബിഷപ്പും വിശ്വസ്തതയില്ലാത്ത ശുശ്രൂഷകന്മാരും അധപ്പതനത്തിൻ്റെ വിത്ത് ലവദോക്യ സഭയിൽ വിതച്ചു കഴിഞ്ഞിരുന്നു. മറ്റ് സഭകൾക്കുള്ള കത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സവിശേഷതകൾ വർണ്ണിച്ചുകൊണ്ടാണ് ലവദോക്യ സഭയ്ക്കുള്ള കത്തും ആരംഭിക്കുന്നത്. അവൻ ആമേൻ ആണ്. ഇത് 2 വേദഭാഗങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. സത്യമാകുന്ന ദൈവം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, അതായത് ഒരു ദിവ്യമായ പ്രസ്താവനയുടെ അന്ത്യത്തിൽ ആമേൻ എന്ന് ചേർക്കുന്നത് ആ പ്രസ്താവനയുടെ യാഥാർത്ഥ്യത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം യഥാർത്ഥവാൻ എന്നാണ് അർത്ഥം. ക്രിസ്തു മാറ്റമില്ലാത്തവനും തെറ്റിപ്പോകാത്തവനുമായ ആമേൻ ആണ്. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മൂലഭാഷയിൽ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ്. യേശു ഈ ശൈലി ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആമേനാകുന്ന ക്രിസ്തു എന്ന പ്രയോഗത്തിന് പ്രേരണ ലഭിച്ചിരിക്കാം. ഏതായാലും ക്രിസ്തുവിൻ്റെ വചനങ്ങളും വാഗ്ദാനങ്ങളും പൂർണ്ണ സത്യവും വിശ്വസനീയവുമാണെന്ന് ഇതിനർത്ഥമുണ്ട്. ക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ്. ഒരു സാക്ഷിക്ക് വിശ്വാസ്യമായിരിക്കാൻ 3 സംഗതികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒത്തിരിക്കണം. 1, നേരിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിരിക്കണം. 2, വിശ്വസ്തനും തെറ്റുകൂടാതെ പറയാൻ കഴിവുള്ളവനുമായിരിക്കണം. 3, സത്യാവസ്ഥയെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പ്രാപ്തനായിരിക്കണം. ഈ 3 സവിശേഷതകളും യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കാൻ ദൃക്സാക്ഷിയും സത്യം പറയുന്നവനും സാക്ഷ്യം പറയാൻ ഏറ്റവും പ്രാപ്തനും പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലെ ആരും ഒരു നാളും സംസാരിച്ച് കേട്ടിട്ടില്ലല്ലോ എന്ന പരീശന്മാരുടെ വിമർശനം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. സൃഷ്ടിയുടെ ആരംഭമായ ക്രിസ്തുവിനെക്കുറിച്ച് ഇതിൽ രേഖപ്പെടുത്തുന്നു. ഈ പ്രസ്താവന സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ക്രിസ്തു ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് ഉള്ള തെറ്റിദ്ധാരണ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അവനാണ് സർവസൃഷ്ടിയുടെയും കാരണഭൂതൻ, അഥവാ ആദി കാരണൻ എന്നാണ് അർത്ഥം. മരണത്തിൻ്റെ ആരംഭം സാത്താനാകുന്നു എന്ന് പറഞ്ഞാൽ സാത്താൻ ആദ്യം മരിച്ചു എന്നല്ല അർത്ഥം. പിന്നെയോ സാത്താനിലാണ് മരണത്തിൻ്റെ ഉത്ഭവം എന്നാണ്. യോഹന്നാൻ 1:3 സകലവും അവൻ മുഖാന്തരം ഉളവായി എന്നും കൊലോസ്യർ 1:15 മുതൽ 18 വരെ അവനാൽ സകലവും സൃഷ്ടിക്കപ്പെട്ടുവെന്നും യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു ദൈവസൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ ആദിയിൽ എന്ന അർത്ഥത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ ആധികാരികത. ലവദോക്യ സഭ ഭൗമികമായ ആഡംബരങ്ങളാൽ അനുഗ്രഹങ്ങളാൽ അന്ധമായി പോയ സഭയാണ്. ആ സഭയുടെ ദൂതന് കത്ത് എഴുതുമ്പോൾ യോഹന്നാൻ നൽകുന്ന ഓർമ്മപ്പെടുത്തലുകൾ കാലികമായ വിശ്വാസ സമൂഹത്തിനും കരണീയമായ
ചില ഓർമ്മപ്പെടുത്തലുകളാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായി വിശ്വസ്തരായി ജീവിപ്പാൻ നമുക്ക് ദൈവം തമ്പുരാൻ ബലം നൽകട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമുള്ള മറ്റൊരു പ്രഭാതം കൂടെ ആയുസ്സിൽ അവിടുന്ന് കൂട്ടിച്ചേർത്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പുതിയ സാധ്യതകളുമായി പകലിലേക്ക് അടിയങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ ആലോചനയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. വഴുതി പോകാതെ അടിയങ്ങളെ ബലപ്പെടുത്തണമേ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും കാത്തുകൊള്ളണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആവശ്യങ്ങളിലും യാത്രകളിലും കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, ജീവിതത്തിൻ്റെ മധുരതരമായ ഓർമ്മകൾ പകർന്ന ദൈവസന്നിധിയിൽ നന്ദി പറയുന്ന ഏവരെയും ഏൽപ്പിക്കുന്നു. കരം പിടിച്ച് നടത്തണമേ. യേശു മെശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും കൃപയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.